ചെക്കൻ്റെ വീട്ടിൽ നിന്ന് വന്ന് എല്ലാവർക്കും ഓരോ ഗിഫ്റ്റ് കൊണ്ടുവന്നുണ്ട്. ഇതൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നതാണ്. ഇതേപോലൊരു കാർഡും അതിലൊരു 100 റുപ്യ ഉണ്ട് എല്ലാവർക്കും. വന്നവർക്ക് എല്ലാവർക്കും भैया के साथ रिक्शे में जा रहे हैं. भैया के पास गाड़ी है, मैं गाड़ी में नहीं लेके गया. गाड़ी में नहीं लेकर गया. एक कंजूस भैया है. इनके पास पेमेंट है. ഹലോ ഹായ്. അങ്ങനെ ഞങ്ങളിതാ കല്യാണത്തിന് വേണ്ടിയിട്ട് ഇവിടെ ലക്നൗവിലെത്തി. രാത്രി എത്തി. ഒരുപാട് ലൈറ്റായാണ് വന്നത്. അങ്ങനെ നമ്മളവിടെ റൂം എടുത്തു. റൂം അവർ തന്നെ ബുക്ക് ചെയ്തതാണ്. ഒരു ഹോട്ടലിൽ നമുക്ക് റൂമുണ്ടായിരുന്നു. 4 റൂമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരം വെളുത്തു. ഞങ്ങളിവിടെ അടുത്ത് തന്നെ ഗംഗ യമുന നദി ഹിന്ദു സമുദായക്കാർക്ക് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അവിടേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏകദേശം അതിൻ്റെ അടുത്തെത്തി. അവിടെ ഒരുപാട്, അതായത് അവരെ ആചാരപ്രകാരം ഭയങ്കര മോശം കിട്ടുന്ന, അല്ലെങ്കിൽ അവിടെ കുളിക്കുക, അവിടുത്തെ വെള്ളത്തിനൊക്കെ ഭയങ്കര പ്രത്യേകത ഉണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം അവിടെ എത്തി. ഇതാണ് യമുന ഗംഗ നദി. അവിടെ ഒരുപാട് സഞ്ചാരികളുണ്ട്. അതുപോലെ തന്നെ പല കർമ്മങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ആൾക്കാർ വരും. അതുപോലെ അവർ ഇവിടുന്ന് കയറിയിട്ട് ഗംഗയും യമുനയും കൂടി ഒരുമിച്ച് ലയിക്കുന്നൊരു സ്ഥലമുണ്ട്. 2 സ്ഥലത്തും കളറ് വ്യത്യാസമുണ്ട്. അവിടെ കുറച്ച് അങ്ങോട്ട് മാറിയിട്ട് അവർ കുളിക്കുന്ന സ്ഥലമുണ്ട്. ഇവിടുന്ന് ആൾക്കാർ അങ്ങോട്ടേക്ക് പോവും. രണ്ടും കൂടിയും ലയിക്കുന്ന സ്ഥലത്ത് അപ്പുറത്താണ് കുളിക്കുക. അങ്ങനെ ഇതൊക്കെ ഫാമിലി, കല്യാണത്തിന് വന്ന അനിലിൻ്റെ ഫാമിലികളാണ്. അവരൊക്കെ വേറെ വണ്ടിയിലാണ് അവിടെ വന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഒരു ചെറിയ തോണിയിൽ അങ്ങോട്ട് കയറി പോകാൻ വേണ്ടി നിൽക്കുകയാണ്. നമ്മൾ തോണിയൊക്കെ വന്നു. നമ്മൾ കുറച്ച് ആൾക്കാരൊക്കെ അതിൽ കയറി. അവർ വേറെ ബോട്ടിലും നമ്മൾ വേറെ ബോട്ടിലായിട്ട് കയറിയിട്ട് അവിടുന്ന് ഇതേപോലെ തന്നെ നമുക്ക് ചെറിയ ചെറിയ പാക്കറ്റ് ഈ പക്ഷികൾക്ക് കൊടുക്കാൻ. ഇത് വിദേശ പക്ഷിയാണ്. ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഭയങ്കര ഒരു രസമുള്ള ഒരു പ്രാവ് പോലത്തെ ഒരു പക്ഷിയാണ്. അത് നല്ല രസമുണ്ട്. നല്ല ക്യൂട്ടാണ് ഇതിന് കാണാൻ. അപ്പം ഇതിന് നമുക്ക് കൊടുക്കാനുള്ള ചെറിയ ചെറിയ പൊതികൾ 10-20 രൂപയ്ക്ക് അവിടെ നമുക്ക് കിട്ടും. അത് നമ്മളിങ്ങനെ ഇട്ട് അവിടെ കയ്യിലും ഇതിലൊക്കെ ആക്കി വരുന്ന അത് വന്ന് എടുത്തുകൊണ്ട് പോകും. നല്ല രസമാണ്. ഒരുപാട്. അത് ഒരു ഫെബ്രുവരി ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കും ഇത് തിരിച്ചു പോകും. ഇത് കൂട്ടത്തോടെ ഈ സമയത്ത് വരും. അത് കഴിഞ്ഞ് അത് തിരിച്ചു പോകും. ദേശാടന പക്ഷിയാണ്. ഇതിൻ്റെ ശരിക്കും പേര് ഞാൻ ഓർമ്മിച്ച് വെച്ചിരുന്നു, പക്ഷേ മറന്നുപോയി. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഇത് കുളിക്കുന്ന സ്ഥലങ്ങളാണ്. അത് സ്ത്രീകളും പുരുഷന്മാരൊക്കെ ഒരുമിച്ച് അവിടെ കുളിക്കുക. ഒരു സൈഡിൽ സ്ത്രീകളും ഒരു സൈഡിൽ പുരുഷന്മാരൊക്കെ ആയിട്ട് അവരെ ആചാരപ്രകാരം അവിടെ കുളിച്ച്, അതൊരു വളരെ ശ്രേഷ്ഠമുള്ള വെള്ളമാണ്, അതേപോലെ നദിയാണ്. അപ്പോൾ അതിൽ അവർ കുളിച്ച് കുറേ ആൾക്കാർ കേനൊക്കെ ഇട്ട് വന്നിട്ട് വെള്ളം എടുത്ത് കൊണ്ടുപോകും. അങ്ങനെ ഏതായാലും ഞങ്ങൾ അവിടെയൊക്കെ ഞങ്ങളാരും കുളിച്ചില്ല. അവർ വന്നവരെല്ലാവരും കുളിച്ചു. പിന്നെ സ്ത്രീകളാരും കുളിച്ചിട്ടില്ല. ഇതൊക്കെ കണ്ട് നമ്മൾ വീണ്ടും റൂമിലേക്ക് പോയി. രാത്രി നമ്മൾ കല്യാണ രാത്രിയാണ്. അപ്പോൾ നമ്മൾ രാത്രി കല്യാണത്തിന് കൂടാൻ വേണ്ടി ഇറങ്ങി. ഗിരീഷ് നമ്മളെല്ലാവരും ഒരു വണ്ടിയിലാണ്. ബാക്കി അവിടെ നിന്ന് വന്നവരൊക്കെ ഒരു ടീമായിട്ട് അവർ വണ്ടിയിലുണ്ട്. അങ്ങനെ ഞങ്ങൾ കല്യാണത്തിൻ്റെ ഓഡിറ്റോറിയത്തിലേക്ക് പോവാണ്. അത് നമ്മൾ കല്യാണത്തിൻ്റെ എത്തിയിട്ടില്ല. കല്യാണ ഓഡിറ്റോറിയത്തിലേക്ക് കയറണുള്ളൂ. അതിൻ്റെ മുമ്പ് തന്നെ കല്യാണ വീട്ടുകാരെ, ഇപ്പോൾ നമ്മൾ ചെക്കൻ്റെ വീട്ടുകാരാണ്, പെണ്ണിൻ്റെ വീട്ടുകാരെ വക അവർ സ്വീറ്റ്സ് കൊടുക്കുന്നതാണ് അവിടുത്തെ ടൈപ്പ്. നമ്മളതാ വണ്ടിയിലിപ്പോൾ സാധനങ്ങൾ നോക്കിയേ. എങ്ങനെയുണ്ട്? കഴിച്ചോക്ക്. ഇവിടുത്തെ ലുക്ക് ദേഖോ. अच्छा 1 महीने के बाद में आया तू? ये भैया 3 महीने बाद आया इधर. यहाँ बबास भाई क्या हाल है? देखो कितना स्मार्ट लग रहा है. മക്കളെ, ഇത് ഉത്സവപ്പറമ്പൊന്നുമല്ല കേട്ടോ. ഇതാണ് ഇവിടുത്തെ കല്യാണം. ഒരു വണ്ടിയിൽ നിറച്ചും ലൈറ്റും കാര്യങ്ങളൊക്കെ നിറച്ചിട്ട് അങ്ങനെ, അതുപോലെ വേറെ പല തരം കറങ്ങുന്നതൊക്കെ ആയിട്ട് അങ്ങനെ DJയും പാട്ടും അതുപോലെ കുതിരയും
എല്ലാം ഉണ്ടാവും. ഇതാണ് ഇവിടുത്തെ അത്യാവശ്യം പൈസ ഉള്ളവരൊക്കെ ഇങ്ങനെയാണ് പരിപാടി എടുക്കുക. ഇനി ഇതെന്ത് ചെയ്യും, ഇവരെ ഫാമിലീസും കാര്യങ്ങളൊക്കെ എല്ലാവരും കൂടി കളിച്ച് ആനയിച്ച് ഡാൻസൊക്കെ ആടിയിട്ടാണ് ഓഡിറ്റോറിയം വരെ എന്ത് ചെയ്യുക, നമ്മൾ ചെക്കനെ കൊണ്ടുപോവാം. അങ്ങനെ പരിപാടി തുടങ്ങിയിട്ടാണ്. ചെക്കൻ വരികയാണ്. ഈ ചെക്കൻ വരും, ചെക്കൻ അതിൽ കയറും. അങ്ങനെ ഇവിടുന്ന് എല്ലാവരും കൂടി സെറ്റായിട്ട് നമ്മളങ്ങനെ പോവും. ഒരുമിച്ച് അങ്ങോട്ട് ചെക്കനെ കയറ്റിയിട്ട് ഓഡിറ്റോറിയത്തേക്ക് പോവുക ചെയ്യാം. നമ്മൾ വീഡിയോയിൽ കാണുന്നത് ചെക്കൻ്റെ പെങ്ങളെ മകനാട്ടോ. അതാണ് ഇവിടെ ഒരു ചിലവിൽ ഇരുത്തും. അങ്ങനെ രണ്ടാളൊക്കെ ആയിട്ട് പെങ്ങളെ മകനും ഇവരൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കും, ഒരേ വേഷവും ഇതൊക്കെ ആയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഇനി പല പരിപാടികളുണ്ട്. നോട്ടുമാല ഇടുക കാര്യങ്ങളപ്പോൾ ഓരോ ഫാമിലി ഓരോരുത്തർ വന്നിട്ട് നോട്ടുമാലൊക്കെ ഇട്ട് കൊടുക്കും. അവിടുന്ന് കുറച്ചധികം ഓഡിറ്റോറിയത്തേക്ക് 2 കിലോമീറ്ററിലധികം നടക്കാനുണ്ട്. നമ്മളെന്ത് ചെയ്തു, കുറച്ച് നേരത്തെ, അവർ വളരെ പതുക്കാണ് വരുന്നത്. കുറച്ചൊക്കെ നടന്നിട്ട് നമ്മൾ നേരത്തെ ഓഡിറ്റോറിയത്തേക്ക് ഇങ്ങോട്ട് പോകുന്നു. കാരണം അവർ ഭയങ്കര പതുക്കെയാണ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് ഓഡിറ്റോറിയത്തേക്ക് കടന്ന് ചെന്നു. ഞാനും അനിലും ഗഗംബായിയൊക്കെ കൂടി ഓടിയിട്ട്, ഇതാണ് ഓഡിറ്റോറിയം. ഇത് പെണ്ണിൻ്റെ വീട്ടുകാരെ ഓഡിറ്റോറിയമാണ്. അത്യാവശ്യം നല്ല ഗംഭീരമായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. കാണാൻ പറ്റും, നല്ല ഭംഗിയുണ്ട്. പല പരിപാടികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്റ്റേജിൽ പല പരിപാടികളുണ്ട്. ഗാനമേള, ഡാൻസ് കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അതുപോലെ ക്യാമറ സെറ്റപ്പൊക്കെ വൻ സെറ്റപ്പ് ആക്കിയിട്ടാണ് അവിടെ ചെയ്തിട്ടുള്ളത്.
അതുപോലെ ഒരു സൈഡിൽ ഭക്ഷണത്തിൻ്റെ ചപ്പാത്തി എന്ന് പറയുമ്പോൾ റൊട്ടിയാണ് ഇവിടെ മെയിൻ. അതുപോലെ ഒരു സൈഡിൽ മൊത്തം ഫുഡ് കാര്യങ്ങൾ. പിന്നെ ഏറ്റവും ഒരു പ്രത്യേകത ഉള്ളത് ഇവിടെ ചിക്കൻ ഇല്ല. ചിക്കൻ അതേപോലെ മട്ടനോ ചിക്കനോ മീനോ ഒന്നുമില്ല, ഓൺലി വെജിറ്റേറിയൻ. വലിയ സ്ക്രീനും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ചെക്കൻ അവിടെ എത്തി, പുറത്തെത്തി. ചെക്കനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പെണ്ണിൻ്റെ വീട്ടുകാർ പടക്കങ്ങളും കാര്യങ്ങളും നമ്മളെ ഒരു ഉത്സവപ്പറമ്പ് തന്നെ അല്ലേ, വലിയൊരു എന്താ പറയുക, അത്യാവശ്യം തൃശ്ശൂർ പൂരമൊക്കെ നടക്കുന്ന പോലത്തെ പരിപാടി നമുക്ക് ഫീൽ ചെയ്യും. കല്യാണം അതുപോലെ ആണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ്, നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അങ്ങനെ ചെക്കനും ടീമും കാര്യങ്ങളൊക്കെ അവിടെ എത്തിയ ഒരു അറിയിപ്പാണ്. അവിടെ ചെക്കനും ഡാൻസ് കളിക്കുന്നുണ്ട്, ബാക്കിയുള്ള കസിൻസും കാര്യങ്ങളൊക്കെ ഡാൻസാണ്. ഡാൻസ് കളിച്ച് മരിച്ചിട്ടുണ്ടാവും, അത്രയും സമയമുണ്ട്. കാരണം ഞങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് എത്തിയതിന് ശേഷം അരമണിക്കൂറോളം കഴിഞ്ഞിട്ടാണ് ഇവരെത്തുന്നത്. അപ്പോൾ അത്രയും സമയം ഡാൻസ് കളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതാണ് ചെക്കൻ പോകാനുള്ള വണ്ടി ഗൈസ്. യെസ്, ഞങ്ങളങ്ങനെ രാവിലെ വീണ്ടും വന്നു അല്ലേ. രാവിലെ വീണ്ടും പൊറോട്ടയും കോഴിപ്പാഴ്സ് അടിക്കാൻ വേണ്ടി വന്ന കോഴിപ്പാഴ്സ്. ഞങ്ങൾ വീണ്ടും രാത്രി പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. രാത്രി പിന്നെ ഒരുപാട് ലേറ്റായി. അങ്ങനെ വീണ്ടും രാവിലെ മോർണിംഗ് വീണ്ടും നമ്മൾ വന്നാണ്. ഇപ്പോൾ നമ്മൾ ചെക്കൻ്റെ വീട്ടുകാരാണല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പെണ്ണിനെയും കൊണ്ട് ഇനി എന്ത് ചെയ്യും, ചെക്കൻ്റെ വീട്ടിലേക്ക് പോവും. അപ്പോൾ ഇനി രാവിലെ ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് അടിച്ചിട്ട് പോവുക ചെയ്യുക. വാ അങ്ങോട്ട് വാ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ നടക്കുന്നതല്ലേ. ഇത് ചെക്കൻ്റെ ഫാമിലിനെ പെണ്ണിൻ്റെ ഫാമിലി സൽക്കരിക്കുന്നതാണ്. അതായത് ക്രീമും കാര്യങ്ങളൊക്കെ തേച്ച് അവർക്ക് കുറച്ച് ഗിഫ്റ്റൊക്കെ കൊടുക്കും. ഇതാണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെയുണ്ട് ഇവിടെ. ഇതാണ് ഗിഫ്റ്റ് കിട്ടിയ വണ്ടി, ക്രെറ്റ ഫുൾ ഓപ്ഷൻ 2023 മോഡൽ. ഈ വാഹനമാണ് ചെക്കന് വേണ്ടിയിട്ട് പെണ്ണിൻ്റെ വീട്ടുകാർ ശ്രീധനത്തിൻ്റെ കൂടെ കൊടുക്കുന്നത്. ശ്രീധനം എന്നൊരു പരിപാടി ഇല്ല, അത് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്. ആ വണ്ടിയിൽ ചെക്കനും പെണ്ണുണ്ട്. പെണ്ണൊക്കെ കയറി നമ്മൾ റെഡിയായി പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ ഫൈനലി അവസാനമായിട്ട് ഇതാ പെണ്ണിൻ്റെ വീട്ടുകാരെ വക ഇനിയൊരു ഗിഫ്റ്റ് വന്നവർക്ക് എല്ലാവർക്കും ഉണ്ട്. അത് വേണ്ടപ്പെട്ട ആൾക്കാർ മാത്രമേ ഈ ദിവസം ഉണ്ടാവുള്ളൂ, പിറ്റേന്ന് പോകുന്ന സമയത്ത്. അപ്പോൾ ഞങ്ങൾ വേണ്ടപ്പെട്ടവർക്ക് ഓരോ കവറും ഒരു ഗിഫ്റ്റും ഉണ്ട്, അതുപോലെ ഒരു കവറും ഉണ്ട്. എന്താ നമുക്ക് നോക്കാം. അതിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളിത് അവിടുന്ന് ചെക്കനും ടീമും പോവുകയാണ്. അതാണ് ചെക്കൻ്റെ വീട്ടുകാരാണിത്. അവർ ഞങ്ങൾക്കൊക്കെ ഓരോ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. എല്ലാവർക്കും കല്യാണത്തിന് വന്ന ചെക്കൻ്റെ വീട്ടിൽ നിന്ന് വന്ന് എല്ലാവർക്കും ഓരോ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നതാണ്. ഇതേപോലൊരു കാർഡും അതിലൊരു 100 രൂപ ഉണ്ട് എല്ലാവർക്കും. വന്നവർക്ക് എല്ലാവർക്കും 5 കൂടി കാറാണെങ്കിൽ എണ്ണ പൈസ കിട്ടീനി. എണ്ണ പൈസ എന്നാലും മതിയാവില്ല. 12,000 രൂപ 14,000 രൂപ ആവില്ല നമുക്ക് എണ്ണ പൈസ. ഡൽഹിയിൽ നിന്ന് കിട്ടും. ഇതിലൊരു ടിഫിൻ ബോക്സ് ഉണ്ട്, ചോക്ലേറ്റ്സ് ഉണ്ട്, പിന്നെ നമുക്ക് ലഞ്ച് എടുത്തിട്ട് ഇതിപ്പോ നമ്മൾക്ക് പോണേക്ക് ഒരു ലഞ്ച് അവര് പാക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ഉണ്ട്. ബാക്കിലൊരു ബസ് നിറച്ച ആൾക്കാരുണ്ട്, ഓർക്കൊക്കെ ഉണ്ട്. അങ്ങനെ ഏതായാലും ഇതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഒരു ഹാപ്പി, ഭയങ്കര ഒരു ടിഫിൻ ബോക്സ് ഉണ്ട് ഇതില്, പിന്നെ ചോക്ലേറ്റ്, പിന്നെ ഏറ്റവും വലിയ അതായത് 100 രൂപ ആണെങ്കിലും ഭയങ്കര എല്ലാവർക്കും കൊടുക്കണ്ടേ. അങ്ങനത്തെ ഒരു കവർ, നല്ലൊരു ഭംഗിയുള്ള കവറിലൊക്കെ ആക്കി ഇങ്ങനെ ഒരു 100 രൂപ എല്ലാവർക്കും. വാവ്, ലുക്കിംഗ് ലൈക്ക് വാവ്. അങ്ങനെ സമയം
4 മണിയായി മക്കളെ, 4 മണിയായി. അപ്പം നമ്മൾ വിശന്നപ്പോൾ ഇതിലുള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ഒന്ന് കഴിച്ചു നോക്കാന്ന് കരുതിയിട്ട് തുറക്കാണ്. എന്താ ഉള്ളത്? എന്താ അതിൻ്റെ പേര്? മസാല. ആ പിന്നെ അടുത്തത് എന്തെങ്കിലും കഴിച്ച മഞ്ച്, ഒരു മഞ്ചുണ്ട്. ഭുജിയ, ആലു ഭുജിയ. ആലു ഭുജിയ, ലോട്ടോ ചോക്കോ പൈ. അത് പൊളിക്കും, അതെനിക്ക് ഇഷ്ടമാണ്. 2 ഡയറി മിൽക്ക് ചെറുത്. ഞാൻ പൈസ പെട്ടി വരുന്നത്. പൈസ പെട്ടിയുണ്ട്. അതെന്താ? അതിലെന്തെങ്കിലും ഉണ്ടാവും? അതിന് അതിലാണ് മോനെ സാധനങ്ങൾ കനുണ്ട്. കനുണ്ടല്ലേ? സാധനം കനത്തില്ല. അതിലും ഉണ്ടല്ലേ? മഞ്ചൂരിയൻ ദാബ. എന്താണ് സാധനം? എന്താ? ലഡു. കാണിച്ചു കൊടുത്ത ഒന്ന് തൊട്ടോക്കെ. സോഫ്റ്റ് ലഡു. പൊളി 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 പൊളി. ലുക്കിംഗ് ലൈക്ക് വാവ്. ലുക്കിംഗ് ലൈക്ക് വാവ്. ഓക്കെ. ഭയങ്കര ലഡു. കല്യാണമൊക്കെ അടിച്ചു പൊളിച്ചു ഞങ്ങൾ വീണ്ടും ഡൽഹിയിൽ തന്നെ തിരിച്ചെത്തി. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായി, നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്